ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. ജോലിയും പഠിത്തവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എനിക്കധികം അങ്ങനെ ഒഴിവ് ദിവസങ്ങൾ കിട്ടാറില്ല. ഈ കിട്ടിയ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് ഞാൻ വാട്ടർ ബോട്ടിൽ എപ്പോഴും കൂടെ കരുതാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ക്ലാസ്സും കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴാണ് ഇന്ന് ചെയ്തു തീർക്കാനുള്ള പണികളുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. കഴുകാനായിട്ട് ഞാൻ കുറേ തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് അത് കഴുകാം. തുണിയെല്ലാം കഴുകിയിട്ട് ഞാൻ നേരെ ടെറസിലോട്ടാണ് പോകുന്നത്. ടെറസിലാണ് നമ്മൾ തുണിയെല്ലാം വിരിക്കുക. ഉച്ചയ്ക്ക് ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. രാത്രിയായാൽ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ വന്നിരിക്കാം. ഈ ഇടയായിട്ട് രാത്രി പവർ കട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ടെറസ് തന്നെയാണ് ഇരിക്കാറ്. അവിടെ ചെന്നിരുന്നാൽ പിന്നെ കഥ പറച്ചിലും കളിയും ചിരിയും ഒക്കെ ആയിട്ട് സമയം പോകുന്നത് തീരെ അറിയുകയില്ല. അങ്ങനെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയൂണിനുള്ള സമയമായി. ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് എഗ് റൈസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ കുറേ കാലമായിട്ട് വായിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ബുക്കാണിത്. ഇത് വായിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ഞാനും ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് വൈകുന്നേരത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊന്നിറങ്ങി. ഞങ്ങൾ നേരെ പോയത് സ്റ്റാച്യൂവിലുള്ള സ്റ്റുഡൻസ് മാർക്കറ്റിലോട്ടാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇനി എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും എല്ലാം ഇവിടെ വളരെ വില കുറവിലാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നേരെ ഹോസ്റ്റലിലോട്ട് തിരിച്ച് നടക്കുകയാണ്. ഞങ്ങൾക്ക് നൈറ്റ് കഴിക്കാനായിട്ട് ചപ്പാത്തിയും സോയാബീൻ്റെ കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അവധിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. കണ്ടോ, ഒരു കട്ട ഉണ്ടാകാൻ പാടില്ല. അല്ല, കട്ടയെല്ലാം മാറ്റി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് മുഖത്ത് പുരട്ടിയാൽ നമ്മുടെ മുഖത്തുള്ള എണ്ണമയവും അഴുക്കും എല്ലാം മാറി നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആകുമെന്നാണ് പറയുന്നത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ പിന്നിലിരുന്ന് ഓരോന്ന് പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് വെച്ചിരിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. എന്നിട്ട് നമുക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് & കീയുടെ വാട്ടർമെലൺ ഫേസ് വാഷാണ്. മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഒരു കർച്ചീഫ് കൊണ്ട് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. മുഖം കഴിയുമ്പോഴത്തേക്കും സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോവാണ്. ബൈ.